സാഹസികരായ സഹോദരങ്ങളായ ആര്യയും മീരയും അവരുടെ പതിവ് പാതകൾക്കപ്പുറം പര്യവേക്ഷണം ചെയ്യാൻ തീരുമാനിച്ച ഒരു ശാന്തമായ വേനൽക്കാല സായാഹ്നമായിരുന്നു അവരുടെ ഗ്രാമമായ സുൻഹാരയ്ക്കടുത്തുള്ള കാടുകൾ ഇടതൂർന്നതും മറഞ്ഞിരിക്കുന്ന അദ്ഭുതങ്ങളുടെ കഥകളാൽ നിറഞ്ഞതുമായിരുന്നു. ഞങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഈ കാടുകളിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഒരു താഴ്ന്ന കൊമ്പ് മാറ്റിവെച്ച് ആര്യ പറഞ്ഞു. അതൊരു നിധിയായിരിക്കാം, മീര കണ്ണുകൾ ഉരുട്ടി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവർ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ മുന്തിരിവള്ളികളാൽ മൂടപ്പെട്ട ഒരു ഇടുങ്ങിയ പാത അവരുടെ ശ്രദ്ധ ആകർഷിച്ചു. അത് മനഃപൂർവ്വം മറച്ചുവെച്ചതുപോലെയാണ് തോന്നിയത്. നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ? അയാളുടെ കണ്ണുകളിൽ കൗതുകം മിന്നിമറഞ്ഞുകൊണ്ട് ആര്യ ചോദിച്ചു. മീര തല കുലുക്കി, അവളുടെ പുഞ്ചിരി മങ്ങി. ഞങ്ങൾ അകത്തേക്ക് പോകണമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ ആര്യയുടെ ആവേശം പകർച്ചവ്യാധിയായിരുന്നു. താമസിയാതെ മടിയും ആവേശവും കൂടിച്ചേർന്ന് എന്താണ് വരാനിരിക്കുന്നതെന്ന് അറിയാതെ അവർ നിഗൂഢമായ പാതയിലേക്ക് ചുവടുവെച്ചു. പാത നീളമേറിയതും വളഞ്ഞതുമായിരുന്നു. ഉയരമുള്ള മരങ്ങൾ സൂര്യപ്രകാശം മാത്രം കടന്നുപോകാൻ അനുവദിക്കുന്ന ഒരു മേലാപ്പ് രൂപപ്പെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷം അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തുറന്ന മൈതാനത്തേക്ക് ഉയർന്നുവന്നു. ഒരു സ്വർണ്ണ വെളിച്ചത്തിൽ കുളിക്കുന്ന പുൽമേടുകൾ തിളങ്ങി. പുല്ല് കറങ്ങുന്ന സ്വർണം പോലെ കാണപ്പെട്ടു. സങ്കൽപ്പിക്കാവുന്ന എല്ലാ നിറത്തിലുമുള്ള പൂക്കൾ മൃദുവായി തിളങ്ങി. പുൽമേടുകളുടെ ഹൃദയഭാഗത്ത് ഉരുകിയ സ്വർണം പോലെ തിളങ്ങുന്ന ഇലകളുള്ള ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഈ സ്ഥലം മാന്ത്രികമാണ്, മീര അവളുടെ മുൻകാല ഭയങ്ങൾ മറന്നുകൊണ്ട് മന്ത്രിച്ചു. ആര്യ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അതിന്റെ തിളങ്ങുന്ന പുറംതൊലിയിൽ സ്പർശിക്കാൻ കൈനീട്ടി. പെട്ടെന്ന് പുൽമേടിലൂടെ ആഴത്തിലുള്ളതും ആജ്ഞാപിക്കുന്നതുമായ ഒരു ശബ്ദം അവനെ തടഞ്ഞു. ആരാണ് ഗോൾഡൻ മെഡോയിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെടുന്നത്? സഹോദരങ്ങൾ തണുത്തുറഞ്ഞു. അവരുടെ താഴെ നിലം വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ പരിഭ്രാന്തരായ കാഴ്ചകൾ കൈമാറി. കാറ്റ് തിളങ്ങി. സ്വർണ്ണമരത്തിന് സമീപം ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ദ്രാവക സൂര്യപ്രകാശം പോലെ ഒഴുകുന്നതായി തോന്നുന്ന സ്വർണ്ണ വസ്ത്രങ്ങളുള്ള ഒരു പ്രകാശജീവിയായ പുൽമേടുകളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു അതിന്റെ കണ്ണുകൾ ജ്ഞാനവും ശക്തിയും കൊണ്ട് തിളങ്ങി. നിങ്ങൾ ഒരു വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുന്നു, അതിന്റെ സ്വരം കർക്കശവും മാധുര്യമുള്ളതുമായി സൂക്ഷിപ്പുകാരൻ പറഞ്ഞു. ശുദ്ധഹൃദയമുള്ളവർക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. നിങ്ങൾക്ക് താമസിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വെല്ലുവിളികളുടെ ഒരു പരമ്പര പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങൾ സ്വയം യോഗ്യരാണെന്ന് തെളിയിക്കണം. എല്ലായ്പ്പോഴും ധീരനായ ആര്യ മുന്നോട്ട് നീങ്ങി. നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു, അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മീര മടിച്ചുവെങ്കിലും തന്റെ സഹോദരനെ വിശ്വസിച്ചുകൊണ്ട് തലയാട്ടി. കാവൽക്കാരൻ തിളങ്ങുന്ന ഒരു കൈ ഉയർത്തി. പുൽമേടുകൾ മാറിത്തുടങ്ങി. അതിന്റെ സൗന്ദര്യം കൂടുതൽ നിഗൂഢവും മുൻകൂട്ടി കാണുന്നതുമായ ഒന്നായി മാറി. സഹോദരങ്ങൾ സ്വർണ്ണ വേലികളുടെ പിരിമുറുക്കത്തിൽ സ്വയം കണ്ടെത്തി. അവരുടെ ഉയരമുള്ള മതിലുകൾ മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങുന്നു. ഹാർട്ട് ഓഫ് ദ മീഡോ മധ്യത്തിൽ കണ്ടെത്തുക, കീപ്പറുടെ ശബ്ദം പ്രതിധ്വനിച്ചു. എന്നാൽ സൂക്ഷിക്കുക, നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ധൈര്യവും വിവേകവും ഐക്യവും പരീക്ഷിക്കും. ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതിനു മുമ്പ് ആര്യയും മീരയും നിശ്ചയദാർഢ്യത്തോടെ നോക്കി. അപ്രതീക്ഷിതമായി വളച്ചൊടിച്ച വഴികളും എവിടെയും നിന്ന് പ്രത്യക്ഷപ്പെടാത്തതായി തോന്നുന്ന പെട്ടെന്നുള്ള അവസാനങ്ങളുമുള്ള ഒരു ജീവനുള്ള പസിൽ പോലെയായിരുന്നു ആ പിരിമുറുക്ക്. വിചിത്രമായ ശബ്ദങ്ങൾ, മൃദുവായ വിസ്പറുകളും തുരുമ്പെടുക്കുന്ന ഇലകളും വായുവിൽ നിറഞ്ഞു. സഹോദരങ്ങളെ നിരീക്ഷിക്കുന്നതായി തോന്നിച്ചു. അസ്വസ്ഥത ഉണ്ടായിരുന്നിട്ടും പിന്തിരിയുന്നത് ഒരു ഓപ്ഷനല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവർ സമ്മർദ്ദം ചെലുത്തി. ധീരതയും സഹകരണവും ആവശ്യമുള്ള വെല്ലുവിളികളാൽ ഈ പിരിമുറുക്കം നിറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ ദൃശ്യമായ വഴികളൊന്നുമില്ലാത്ത ഒരു വിശാലമായ വിടവ് അവർ നേരിട്ടു. ഞങ്ങൾ കുടുങ്ങിപ്പോയി, നിരാശയോടെ മീര പറഞ്ഞു. എന്നാൽ അറയ്ക്ക് മുകളിൽ മങ്ങിയ തിളങ്ങുന്ന വരകൾ ആര്യ ശ്രദ്ധിച്ചു. ഒരു അദൃശ്യപാലം. ജാഗ്രതയോടെ ഒരു ചുവടുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഊഹം ശരിയായിരുന്നു. ശ്രദ്ധാപൂർവം ചുവടുകൾ വച്ചുകൊണ്ട് അവർ സുരക്ഷിതമായി കടന്നുപോയി. പിന്നീട് അടച്ചുപൂട്ടുമെന്ന് ഭീഷണി ഉയർത്തിയ മതിലുകളുടെ ഇടനാഴിയിൽ അവർ കുടുങ്ങിപ്പോയി. മീര ചലനത്തിൽ ഒരു മാതൃക കണ്ടെത്തുകയും കൃത്യസമയത്ത് ആര്യയെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഓരോ പരീക്ഷണവും അവരുടെ പ്രതിരോധശേഷി പരീക്ഷിച്ചു. പക്ഷേ ഓരോ വിജയത്തോടൊപ്പം അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. നിത്യത പോലെ തോന്നിയതിനു ശേഷം അവർ പിരിമുറുക്കത്തിന്റെ മധ്യത്തിൽ എത്തി. ഒരു ക്ലിയറിംഗിൽ തിളങ്ങുന്ന ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ച ഒരു പീഠം നിലകൊള്ളുന്നു. അതിനു മുകളിൽ ഹാർട്ട് ഓഫ് ദി മീഡോ സ്വർണ്ണ വെളിച്ചം കൊണ്ട് പൾസ് ചെയ്യുന്ന ഒരു തിളങ്ങുന്ന ഭ്രമണപഥം. ഞങ്ങൾ അത് കണ്ടെത്തി, ആര്യ അലറി വിളിച്ചു. അവന്റെ ക്ഷീണം മറന്നു. അവൻ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ പിരിമുറുക്കമുള്ള മതിലുകൾ അലിഞ്ഞു. സഹോദരങ്ങൾ വീണ്ടും പുൽമേടുകളിൽ സ്വയം കണ്ടെത്തി. സൂക്ഷിപ്പുകാരൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ സാന്നിധ്യം ആശ്വാസകരവും ഗംഭീരവുമായിരുന്നു. നിങ്ങൾ നന്നായി ചെയ്തു, പക്ഷേ അതിന്റെ സ്വരം അവരുടെ യാത്ര അവസാനിച്ചിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. കീപ്പർ തിളങ്ങുന്ന ഭ്രമണപഥത്തിലേക്ക് ആംഗ്യം കാണിച്ചു. ഹാർട്ട് ഓഫ് ദ മീഡോ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, എന്നാൽ ആദ്യം നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണം. പരാജയപ്പെടുക, നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം വിടുകയില്ല. മേരയുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടെങ്കിലും ആര്യ ഉറച്ചുനിന്നു. നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞു. കാവൽക്കാരന്റെ ശബ്ദം പുൽമേടിലൂടെ പ്രതിധ്വനിച്ചു. എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന, തുടക്കമോ അവസാനമോ ഇല്ലാത്ത ശക്തി എന്താണ്? മീരയുടെ ചിന്തകൾ അലയടിച്ച്. സമയമോ? അവൾ മന്ത്രിച്ചെങ്കിലും ആര്യ തല കുലുക്കി. ഇല്ല, അതൊരു ആഴമുള്ള കാര്യമാണ്, സ്നേഹം.
അയാൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. കീപ്പറുടെ ഭാവം മൃദുവാക്കുകയും അത് തലയാട്ടുകയും ചെയ്തു. നിങ്ങൾ ബുദ്ധിപൂർവ്വം മറുപടി നൽകി. കാവൽക്കാരൻ കൈ ഉയർത്തി. തിളങ്ങുന്ന 2 വസ്തുക്കൾ സഹോദരങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളുടെ ഐക്യത്തിനും ധൈര്യത്തിനും പ്രതിഫലം എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സമ്മാനം നൽകാം. അതിൽ പറയുന്നു. ആര്യ വിശുദ്ധ വൃക്ഷത്തിൽ നിന്ന് ഒരു സ്വർണ്ണ ഇല തിരഞ്ഞെടുത്തു. അതിന്റെ തിളക്കം അവന്റെ കൈയിൽ ഊഷ്മളവും ആശ്വാസകരവുമാണ്. മഴവില്ലിന്റെ എല്ലാ നിറങ്ങളിലും തിളങ്ങുന്ന ദളങ്ങളുള്ള ഒരു തിളങ്ങുന്ന പുഷ്പം മീര തിരഞ്ഞെടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ സമ്മാനങ്ങൾ നിങ്ങളെ നയിക്കും, സൂക്ഷിപ്പുകാരൻ പറഞ്ഞു. എന്നാൽ ഓർക്കുക, യഥാർത്ഥ നിധി നിങ്ങൾ പങ്കിടുന്ന ബന്ധത്തിലാണ്. സഹോദരങ്ങൾ പുൽമേടുകൾ വിട്ടുപോകുമ്പോൾ സ്വർണ്ണ വെളിച്ചം മങ്ങാൻ തുടങ്ങി. മറഞ്ഞിരിക്കുന്ന പാത അവരുടെ പിന്നിൽ അടച്ചു. കാട് വീണ്ടും സാധാരണമായി തോന്നി. പക്ഷേ ആര്യയ്ക്കും മീരയ്ക്കും എന്നേക്കുമായി മാറ്റം അനുഭവപ്പെട്ടു. എന്റെ ജീവിതത്തിലെ ഏറ്റവും അവിശ്വസനീയമായ അനുഭവമായിരുന്നു അത്. തിളങ്ങുന്ന പുഷ്പത്തെ മുറുകെ പിടിച്ച് മീര പറഞ്ഞു. ആര്യ തലയാട്ടി. അവരുടെ പുതിയതായി കണ്ടെത്തിയ നിധികളുടെ സാധ്യതകളുമായി അവന്റെ മനസ്സ് ഇതിനകം കറങ്ങുന്നു. സ്വർണ്ണ മേഡോയുടെ രഹസ്യം സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഇത് ശുദ്ധഹൃദയത്തിനു വേണ്ടിയുള്ള മാന്ത്രിക സ്ഥലമാണെന്ന് അറിയാമായിരുന്നു. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ആര്യയും മീരയും അവരുടെ സാഹസികതയുടെ ചില ഭാഗങ്ങൾ മാത്രമേ പങ്കിട്ടിരുന്നുള്ളൂവെങ്കിലും പുൽമേടുകളുടെ സ്ഥാനം വെളിപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കാലക്രമേണ അവരുടെ സമ്മാനങ്ങൾക്ക് സവിശേഷമായ ശക്തികളുണ്ടെന്ന് അവർ കണ്ടെത്തി. സ്വർണ്ണ ഇലയ്ക്ക് മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയും, അതേസമയം തിളങ്ങുന്ന പുഷ്പം ഇരുണ്ട സ്ഥലങ്ങളിൽ പോലും പ്രകാശിക്കുന്നു. സഹോദരങ്ങൾ ഗ്രാമത്തിന്റെ രക്ഷാധികാരികളായി. അവരുടെ സമ്മാനങ്ങൾ ഉപയോഗിച്ച് ആവശ്യമുള്ളവരെ സഹായിച്ചു. എന്നിരുന്നാലും അവർ എല്ലായ്പ്പോഴും കാവൽക്കാരന്റെ വാക്കുകൾ ഓർമ്മിക്കുകയും അവരുടെ ബന്ധവും സുവർണ്ണ പുൽമേടുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങളും വിലമതിക്കുകയും ചെയ്തു. അതിനാൽ പുൽമേടുകളുടെ മാന്ത്രികത മറഞ്ഞിരുന്നു. അടുത്ത യോഗ്യരായ ആത്മാക്കൾ അതിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി കാത്തിരുന്നു.